സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും ചുറ്റിപ്പറ്റി കുഴിച്ചു മൂടപ്പെട്ട് കിടക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. പള്ളിപ്പുറത്തെ ആ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചതാണ് ഏറ്റവും ഒടുവിൽ വന്ന നിർണായക വിവരം. ഇനി ധർമ്മസ്ഥലയിൽ അവിടെ പരിശോധനകൾ ഏറെക്കുറെ പൂർണ്ണമാകുന്നു എന്ന് കരുതിയ ഘട്ടത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മറ്റൊരു നീക്കം. ഇതുവരെ മാർക്ക് ചെയ്യാത്ത മറ്റൊരു ഇടത്ത് 14ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നു. ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു ആത്മഹത്യ. അത് കോതമംഗലത്തെ 23-കാരിയുടേതായിരുന്നു. എല്ലാവരുടെയും നെഞ്ചുലച്ച ആ മരണം ഇപ്പോൾ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ്. ഈ വാർത്തകളൊക്കെ വിശദമായി എത്താം. പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ അത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടെ തന്നെയാണ് എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ജയ് ശ്രീജിത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പള്ളിപ്പുറത്തെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ ഇങ്ങനെ തുടരുമ്പോഴാണ് പുതിയ നിർണായക വിവരങ്ങൾ വരുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുക? സെബാസ്റ്റ്യൻ ഇത് അംഗീകരിക്കുന്നുണ്ടോ? അയാൾ സമ്മതം മൂളുന്നുണ്ടോ? സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചല്ല എൽദോ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. സെബാസ്റ്റ്യൻ പരിപൂർണമായും നിസ്സഹകരണം തുടരുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ കണ്ടിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് ശാസ്ത്രീയ വിവരങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഈ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീര അവശിഷ്ട ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതേ ദിവസം തന്നെയാണ് ആ വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയത്. ഈ രക്തക്കറയുടെ DNA പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫോറൻസിക് ലാബ് അധികൃതർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന വിവരം. അതായത് ഈ കേസിൽ വളരെ നിർണായകമാകുന്ന ഒരു തെളിവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം ജൈനമ്മയ്ക്ക് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു എന്താ പറയുക, ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലമാണ്, DNA പരിശോധനാ ഫലമാണ്. അത് ജൈനമ്മയുടെ തന്നെയാണോ, അതിനപ്പുറത്തേക്ക് മറ്റാരുടേതെങ്കിലും ആണോ, അതോ ഒന്നിലധികം ആളുകളുടേതാണോ? ഇത്തരം വിവരങ്ങളൊക്കെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ, DNA ഫലത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. രക്തസാമ്പിളുകളുടെ DNA പരിശോധനാ ഫലം വളരെ വേഗത്തിൽ ലഭിക്കും എന്നുള്ളതാണ് ഫോറൻസിക് ലാബ് അധികൃതരുമായി നമുക്ക് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്തക്കറ ഉണങ്ങിയ രക്തക്കറയാണെങ്കിൽ അല്പം കൂടി താമസം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്ര ദിവസം വൈകിയത്. അതല്ല എങ്കിൽ ഇതിനു മുൻപ് തന്നെ ഫലത്തിൽ അതിന്റെ പരിശോധനാ ഫലം ലഭിക്കേണ്ടതായിരുന്നു. 15 വർഷം വരെ പഴക്കമുള്ള രക്തക്കറകളുടെ പോലും ഫലങ്ങൾ DNA പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് കേരളത്തിലെ ലാബുകളിൽ തന്നെ അത്തരം വിവരങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയധികം ശാസ്ത്രീയമായ പരിശോധനാ ഫലം തന്നെയാണ് ഇക്കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിൽ തന്നെയാണ് സെബാസ്റ്റ്യനെതിരെ കൊലപാതക കേസിന് ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ട് റിപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തെളിവുകൾ തീർച്ചയായും നിർണായകമാണ്. പക്ഷെ കൂടുതൽ വ്യക്തത വരാൻ ജൈനമ്മയുടെ ശരീരാവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയാണ് ഒരു കൊലപാതകം തന്നെയെന്ന് പരിപൂർണമായും സ്ഥിരീകരിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതിൽ ഇത് കേന്ദ്രീകരിച്ച് എന്താണെങ്കിലും ഈ ഒരു രക്തക്കറ കണ്ട സാഹചര്യത്തിൽ ആ വീട്ടിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള ആലോചനയുണ്ടോ അന്വേഷണ സംഘത്തിന്? ശ്രീജിത്ത്, എൽദോ, നിലവിലെ സാഹചര്യത്തിൽ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല. ഇന്നലെയാണ് സെബാസ്റ്റ്യന്റെ പോലീസിലുള്ള കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് കോടതി സെബാസ്റ്റ്യനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി മുതൽ കോട്ടയം ജില്ലാ ജയിലിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. ഇനി DNA പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വന്ന ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തൊട്ടടുത്തുള്ള നീക്കങ്ങൾ ഉണ്ടാകുക. ഇതിനിടെ തന്നെ ആലപ്പുഴയിലെ സംഘവും വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്.
അവർക്ക് ഏതെങ്കിലും കേസുകളിൽ വ്യക്തമായ തെളിവുകൾ അവരും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിൽ ഏതെങ്കിലും കേസിന്റെ തെളിവുകൾ വന്നാൽ സ്വാഭാവികമായും ആലപ്പുഴയിലെ സംഘം സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ പരിശോധനകളിലേക്ക് നടന്നേക്കും. ആ പരിശോധനയിൽ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചാൽ അതിനുള്ളിൽ തന്നെ ഒരുപക്ഷെ DNA ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന ഫലം ലഭിച്ചാൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ആവശ്യമെങ്കിൽ വീണ്ടും പള്ളിപ്പുറത്തെ വീട്ടിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയേക്കും. എന്തായാലും ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ തങ്ങളുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ തെളിവുകൾ എന്നുള്ളത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അത് പറഞ്ഞാൽ അത് കൂടുതൽ ഗുരുതരമായി ബാധിക്കുമെന്നതുകൊണ്ട് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നില്ല. ഇന്നലെ തന്നെ സെബാസ്റ്റ്യന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകുകയൊക്കെ കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യമൊക്കെ ഫലത്തിൽ ഉണ്ടായിരുന്നു. ആ നിലയിലാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. വൈകാതെ ഈ DNA പരിശോധനാ ഫലം, ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ തീർച്ചയായും ഒരു അന്തിമമായ വ്യക്തത ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത് ഈ സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണ്ണാഭരണം അത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് സാധ്യമാക്കിയത് അന്വേഷണ സംഘം? നേരത്തെ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അതായത് ഈ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു. ഏതാണ്ട് 10 പവൻ അടുത്ത സ്വർണ്ണാഭരണങ്ങൾ ജൈനമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഏകദേശ കണക്കാണ് കുടുംബാംഗങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴിയായി നൽകിയിരുന്നത്. ഇത് അവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം ജൈനമ്മയുടെ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കേസിൽ തന്നെ വളരെ പ്രധാനമായി അതും വരുന്നു എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ ബാങ്ക് ജീവനക്കാരുടെ അടക്കം മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടൊരു തുടരന്വേഷണത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം നടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച കസ്റ്റഡിയിലുള്ളപ്പോൾ തന്നെ ചേർത്തല നഗരത്തിലെ ഈ സ്ഥാപനത്തിലൊക്കെ തെളിവെടുപ്പിന് ആദ്യഘട്ടത്തിൽ എത്തിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഈ വിറ്റ പണം കൊണ്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങാനാണ് സെബാസ്റ്റ്യൻ തയ്യാറായത്. അതിന് ആ ഗൃഹോപകരണ വിതരണ സ്ഥാപനത്തിലും സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം എത്തിയിരുന്നു. അങ്ങനെ പല മൊഴികൾ, ഈ ജൈനമ്മയുടെ പണം പോയാൽ ആ പണം എവിടെ എത്തി, ഇങ്ങനെ പല ശാസ്ത്രീയമായ കൂട്ടിച്ചേരുവകൾ ഉള്ള തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും അതും ജൈനമ്മയുടേതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കൂടുതൽ തെളിവുകൾ ഇത്തരത്തിൽ പരിശോധനാ ഫലത്തിലൂടെ DNA പരിശോധനാ ഫലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ, ജൈനമ്മ തിരോധാന കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ അത് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അവിടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ, ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ അത് വ്യക്തമാകുന്ന സാഹചര്യമാണ്. മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾ അതും ജൈനമ്മയുടേതാണ് എന്നുള്ളത് വ്യക്തത വരുന്നുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇനിയും കൂടുതൽ കണ്ണികൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. സെബാസ്റ്റ്യൻ മേലുള്ള കുരുക്ക് അത് മുറുകുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണ് എന്നുള്ളതാണ് ഇന്ന് ലഭിച്ച വിവരം. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ നിർണായകമായിട്ടുള്ള, കേരളത്തെ ഞെട്ടിച്ച ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ക്രൈം കേസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റകൃത്യം ഇന്ന് സംഭവിച്ച തലസ്ഥാനത്താണ്. തിരുവനന്തപുരം കല്ലിയൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കല്ലിയൂർ സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുനിലിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഹരിതകർമ്മസേനയിലെ അംഗമാണ് കൊല്ലപ്പെട്ട ബിൻസി. തിരുവനന്തപുരം കല്ലിയൂരിലാണ് സംഭവം. ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം. ഹരിതകർമ്മസേനാംഗമായിട്ടുള്ള ബിൻസിക്കാണ് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത്. എന്തായിരിക്കാം ഈ പ്രകോപനത്തിന് കാരണം? ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നു. തിരുവനന്തപുരം കല്ലിയൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം. ഇവിടെ പോലീസിന്റെ പരിശോധനയും ഒക്കെ നടക്കുന്നു. പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ സുനിലുള്ളത്. ഏറെക്കുറെ വ്യക്തത വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ഈ വഴക്കിന് കാരണം, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാൻ പാകത്തിനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നു.
കല്ലൂർ സ്വദേശി ബിൻസിക്കാണ് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത്. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അരുൺ, എന്താണ് അരുൺ സംഭവിച്ചത്? ഈ കല്ലൂരിൽ ഈ ബിൻസി എന്ന് പറയുന്ന ഹരിതകർമ്മ സേനാംഗത്തെ ഭർത്താവ് വെട്ടിക്കൊല്ലാനുള്ള സാഹചര്യം എന്താണ്? എൽദോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംശയരോഗമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്ലൂർ സ്വദേശിയായ സുനിൽ ഇയാൾ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്, ഒപ്പം സ്ഥിരം മദ്യപാനി കൂടെയാണ്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ അരങ്ങേറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സുനിൽ മദ്യപിച്ചെത്തുന്ന സമയത്ത് ഈ ബിൻസി ഫോണിലിരിക്കുകയായിരുന്നു, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് അത് ഒരു സംഘർഷത്തിലേക്കും തുടർന്ന് ഒരു കൊലപാതകത്തിലേക്കൊക്കെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴുത്തിലേറ്റ വെട്ടാണ് ഈ മരണകാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദമ്പതികൾക്ക് 2 കുട്ടികളാണുള്ളത്. 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളാണുള്ളത്. ഇവർ രാവിലെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സുനിൽ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അതേസമയം ഹരിതകർമ്മ സേനയിലെ ജീവനക്കാരിയാണ് ഈ പറയുന്ന ബിൻസി. സഹപ്രവർത്തകർ പതിവ് പോലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടും കാണാത്തത് കൊണ്ടും വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇവർ വീട്ടിനകത്ത് കിടക്കുന്നവർ അവർ കാണുന്നത്. തുടർന്ന് സംശയം തോന്നിയ ഇവർ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ശാന്തിവിള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഇവരുടെ മൃതദേഹം മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നൽകും. അതേസമയം സുനിൽ ഇപ്പോൾ നേമം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എൽദോ, അരുൺ, അതായത് ഇന്നലെ രാത്രിയാണ് ഈ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. അപ്പോൾ മരണം അപ്പോൾ തന്നെ സംഭവിച്ചിരുന്നു എന്നാണോ? അയാൾ ആരോടും അറിയിച്ചില്ല. രാവിലെ ഹരിതകർമ്മസേനയിലെ സഹപ്രവർത്തകർ എത്തിയപ്പോൾ മാത്രമാണോ സംഭവം അറിയുന്നത്? എൽദോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ സ്ഥിരം ഒരു പ്രശ്നക്കാരനായതുകൊണ്ട് സമീപവാസികളുമായി ഒരു ബന്ധം പുലർത്തി വന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മദ്യപിച്ചു വന്ന് സ്ഥിരം ബഹളം ഉണ്ടാക്കുക ഒക്കെ പതിവായിരുന്നു, വീട്ടിൽ പതിവുണ്ടാവും. അങ്ങനെ ഒരു ബഹളമായിരിക്കും ഇന്നലെ നടന്നു എന്നുള്ളതായിരിക്കാം സമീപവാസികൾ മനസ്സിലാകുന്നത്. പതിവ് പോലെ ഉണ്ടായ ബഹളം മാത്രമേ ഇത് കേട്ടിരിക്കും. അതേസമയം ഇന്നലെ വെട്ടേറ്റ കാര്യം അറിയുന്നില്ല. കുട്ടികളും ആ സമയം ഉറങ്ങിയിരുന്നു, കാരണം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ഇവരും അറിയുന്നില്ല. ഇയാൾ പതിവ് പോലെ രാവിലെ കുട്ടികളെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ബസ്സിൽ കയറ്റി വിടുന്ന ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ ഇയാൾ അറിഞ്ഞിരിക്കാം മരണം നടന്നിരുന്നെന്ന് മനസ്സിലാക്കിയിരിക്കാം. പക്ഷേ ഹരിതകർമ്മ സേന എത്തി അംഗങ്ങളും പരിസരവാസികളും എത്തി പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ കഴുത്തിലെ മുറിവ് കാണുന്നതും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാം അപ്പോൾ അതായത് ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം മരണം ഉറപ്പിക്കുകയായിരുന്നു. അതുവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല, ആരോടും പറയാൻ തുനിഞ്ഞില്ല, കുട്ടികൾ അറിഞ്ഞില്ല. ഇയാൾ അവിടെ ഉണ്ടായിരുന്നു രാവിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആ വീട്ടിലെത്തുമ്പോൾ? ഇയാൾ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും ഇദ്ദേഹത്തെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് ഉണ്ടായ അപകടം വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. വ്യക്തമായി തന്നെ അതിനെ മറച്ചുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇത് മുന്നോട്ട് പോവുകയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിലെത്തി രക്ഷിക്കാൻ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും വിലയിരുത്താൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് നിയമം പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാത്തൊരു വിവരം. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തു വരുന്ന ഒരു പശ്ചാത്തലമാണ് എൽദോ ഇപ്പോൾ ഉള്ളത്. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ദാരുണം, ആ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, 2 വയസ്സും 4 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ കൂടിയാണ് അവിടെ അനാഥരാകുന്നത്. ചെറിയൊരു വീടാണ്, ഒരു ഷീറ്റ് മാത്രം മേൽക്കൂരയായി 4 ചുവരുള്ള വീട്ടിൽ, ആ വീടിനുള്ളിൽ നടന്ന കൊലപാതകമാണ്. പക്ഷേ അയൽവാസികൾക്ക് ഒന്നും രാത്രിയിൽ അതിലൊരു വ്യക്തത വന്നില്ല. വെട്ടേറ്റ് ആ സ്ത്രീ രക്തം വാർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം രാവിലെ സഹപ്രവർത്തകർ എത്തിയപ്പോൾ മാത്രമാണ്, അത് വിളിച്ചിട്ട് എത്തിയപ്പോൾ മാത്രമാണ് ബിൻസി എന്ന യുവതി അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. സംശയരോഗം മൂലമുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾക്കൊക്കെ എത്രമാത്രം വിലയാണ് നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 2 വയസ്സും 4 വയസ്സുമുള്ള കുട്ടികളാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ബിൻസിയുടെ ജീവൻ നഷ്ടമാകുന്നത് ഉറപ്പിക്കുകയായിരുന്നു മദ്യപിച്ച് സംശയം പുലർത്തിയിരുന്ന ഭർത്താവ്. അയാളിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. സുനിൽ എന്നാണ് അയാളുടെ പേര്. എന്നാൽ നേമം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. ഏറെക്കുറെ കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബിൻസിയുടെ മൃതദേഹം സംസ്കാരത്തിന് എത്തിക്കുമെന്നാണ് അറിയുന്നത്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് കല്ലൂരിൽ നിന്ന്.
ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ അത് ദിവസങ്ങളായി ന്യൂസ് 18 പിന്തുടരുന്നതാണ്. ഇപ്പോൾ അവിടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു നിർണായക നീക്കം ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധേയനായ വ്യക്തിയുടെ കന്യാടിയിലെ തോട്ടത്തിൽ പരിശോധനയുണ്ട്. നേരത്തെ മാർക്ക് ചെയ്യാത്ത ഇടമാണ് ഇത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനിടയിൽ ധർമ്മസ്ഥലയിൽ നിന്നും കാണാതായ MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കന്നഡയിലെ ഒരു പ്രമുഖ ചാനൽ രംഗത്തെത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഇതിനെതിരെ പ്രതികരണവുമായി സുജാത ഭട്ടും രംഗത്തുണ്ട്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വ്യാജ വാർത്ത നൽകിയതിന് ഇതേ ಚಾನೆಲ್ನೆതിരെ ಧರ್ಮಸ್ಥಳ ಪೊಲೀಸ್ ಕೇಸೆಡುತ್ತಿരുന്നു. ಸುಜಾತ ಭಟ್ ಸುವರ್ಣ ನ್ಯೂಸ್ ಚಾನೆಲ್ನವರು ಸುಜಾತ ಭಟ್ ಕಾಣೆಯಾಗಿದ್ದಾರೆ, ಸುಜಾತ ಭಟ್ ಇಲ್ಲ ಅಂತ ಹೇಳುವಂತಹ ಒಂದು ನ್ಯೂಸ್ ವರದಿಯನ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ಸುಜಾತ ಭಟ್ ಎಲ್ಲೂ ಹೋಗ್ಲಿಲ್ಲ, ಇಲ್ಲೇ ಇದ್ದಾರೆ. ಎಲ್ಲಿ ಇರಬೇಕಾಗಿರುವ ಜಾಗದಲ್ಲಿ ಅಲ್ಲಿದ್ದಾರೆ. ಇವರಿಗೆ ಬೇರೆ ಏನು ಕೆಲಸ ಇಲ್ಲ. ಸುಜಾತ ಭಟ್ ಕಾಣೆಯಾಗಿದ್ದಾರೆ ಅನ್ನುವಂಥದ್ದನ್ನ ಹೇಳ್ಕೊಂಡು ನ್ಯೂಸ್ ಚಾನೆಲ್ ಅಲ್ಲಿ ಎಲ್ಲ ಸ್ಯಾಟಲೈಟ್ ಚಾನೆಲ್ನವರು ಇದು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ನಾನು ಕೇಳ್ತಾ ಇರೋದು ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜರ ಅಷ್ಟೇ. ಸಿಕ್ಕಿದ್ರೆ ಕೊಡಿ, DNA ಮ್ಯಾಚ್ ಆದ್ರೆ ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜರ ಕೊಟ್ರೆ ನಾನು ಅದನ್ನ ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ, ಸನಾತನ ಹಿಂದೂ ಸಾಂಪ್ರದಾಯಿಕ ಪ್ರಕಾರ ನಾನು ಮಾಡಬೇಕು ಅನ್ನುವಂತ ಒಂದು ಇದರಲ್ಲಿ ಇದ್ದೇನೆ. ಅದಷ್ಟು ಬಿಟ್ಟು ನಾನು ಬೇರೆ ಏನು ನಾನು ಯಾವುದನ್ನು ಕೇಳಲಿಲ್ಲ. ಇವರಿಗೆ ಏನಕ್ಕೆ ಎಷ್ಟು ದುಡ್ಡುಗಳನ್ನು ಇವರು ಎಷ್ಟು ಈ ರೀತಿ ಸುಳ್ಳು ಹೇಳ್ಕೊಂಡು ಈ ರೀತಿ ಇದು ಮಾಡಿಕೊಂಡು ಮನುಷ್ಯ ಒಂದು ಇದನ್ನ ಬೇರೆ ಇದಕ್ಕೆ ಇದು ಮಾಡಬೇಕು, ಕನ್ವರ್ಟ್ ಮಾಡಬೇಕು ಜನರ ಮೈಂಡ್ ಅನ್ನ ಅನ್ನುವಂಥದ್ದನ್ನ ಇವರು ಈ ರೀತಿ ಸುಳ್ಳುಗಳನ್ನು ಹೇಳ್ಕೊಂಡು ಚಾನೆಲ್ಗಳಲ್ಲಿ ಈ ರೀತಿ ಅಪಪ್ರಚಾರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ನಾನು ಎಲ್ಲೂ ಹೋಗ್ಲಿಲ್ಲ, ನಾನು ಇಲ್ಲೇ ಇದ್ದೀನಿ. ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಸಿಕ್ಕಿದ್ರೆ ನಾನು ಯಾರ ಜೊತೆಗೆ ಇರಬೇಕು, ಎಲ್ಲಿ ಇರಬೇಕು, ನಾನು ಅಲ್ಲಿ ಇದ್ದೀನಿ. ಇವ್ರು ಹುಡುಕಾಡುವಂತ ವ್ಯವಸ್ಥೆನೂ ಮಾಡೋದು ಬೇಡ. ದಯವಿಟ್ಟು KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, എനിക്ക് അത്ര വ്യക്തമായില്ല സുജാത ഭട്ട് പറഞ്ഞത്, കാരണം കന്നഡയിലാണ്. എന്താണ് അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്? എന്താണ് ഈ ചാനലിൽ വന്ന വാർത്ത? എങ്ങനെയാണ്, എന്താണ് ആ വ്യാജ വാർത്ത? എന്താണ് സുജാത ഭട്ട് അതിനുള്ള മറുപടി നൽകിയത്? എൽദോ, ഒരു അമ്മയുടെ 23 വർഷത്തെ കാത്തിരിപ്പാണ്. ആ അമ്മയുടെ മകൾ നഷ്ടപ്പെട്ടു, അവരുടെ ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം തരാൻ എന്നാണ് അവർ ആവർത്തിച്ചിപ്പോഴും വ്യക്തമാക്കുന്നത്. ആ അമ്മയെക്കുറിച്ചാണ് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ ചാനൽ രംഗത്ത് വന്നത്. ഇവർ ഇവിടെ നിന്നും കാണാനില്ല, ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ തരത്തിലും അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പലതരത്തിലുള്ള ഒരു ചർച്ചയിലേക്കാണ് ആ ചാനൽ കൊണ്ടുപോയത്. അതിനാണ് അവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകളെ തേടി അവർ കൊടിയ പീഡനമൊക്കെ അനുഭവിക്കേണ്ടി വന്നതാണ്. മകളെ അന്വേഷിച്ച് അന്നെത്തുമ്പോൾ 4 മാസത്തോളം അവർ കോമയിലായിരുന്നു. അവരെ ആക്രമിച്ച്, ഒരു ഡി ഗ്യാങ്ങിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ച് 4 മാസം കോമയിൽ കിടന്ന ഒരു അമ്മയാണത്. മാത്രമല്ല ഈ കേസിൽ വളരെ നിർണായകമാണ് ഈ ഒരു സാക്ഷി. ഇവർ പരാതിക്കാരിയാണ്. ധർമ്മസ്ഥല പോലീസ് ഇവർ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. അത് 23 വർഷത്തിന് ശേഷമാണ് ഇവരുടെ പരാതി പോലും സ്വീകരിക്കുന്നത്. ആ അമ്മയുടെ പരാതി, അമ്മയുടെ DNA അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹാവശങ്ങൾ ഏതെങ്കിലും ഈ അനന്യ ഭട്ടിന്റെ മൃതദേഹം ഉണ്ടോ എന്നതാണ് ഇവർ തേടുന്നത്. അവരെക്കുറിച്ചാണ് ഇത്തരത്തിൽ മോശമായ ഒരു പ്രചരണം നടത്തുന്നത്. മാത്രമല്ല SITയുടെ അന്വേഷണം അവസാനിച്ചു എന്ന രീതിയിലൊക്കെ വലിയ തോതിൽ വാർത്ത പ്രചരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇന്ന് 14-ാം പോയിന്റാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 14-ാം പോയിന്റ് ഇത് പ്രത്യേകത ഉണ്ടാകുന്നത് ഈ ആക്ഷൻ കമ്മിറ്റിയും ഒപ്പം സാക്ഷിയും ആരോപിക്കുന്ന ഈ വ്യക്തി, ആ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇന്ന് SIT പരിശോധന നടത്തുന്നത്. ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നു. പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട്. അതായത് JCB ഉപയോഗിച്ച് അവിടെ ഈ മണ്ണ് കളച്ചുള്ള പരിശോധന നടത്തുന്നത്. ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. അത്തരത്തിൽ SITയുടെ അന്വേഷണം ഇപ്പോഴും വളരെ ഊർജിതമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം അമ്മമാർക്കെതിരെയുള്ള പ്രചരണം, ഒപ്പം SIT അന്വേഷണം അവസാനിച്ചു എന്ന രീതിയിലൊക്കെ പ്രചരണം നടക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ഇവർ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നേരത്തെയും വ്യാജ വാർത്ത നൽകിയതിന് കേസെടുത്തിരുന്നു എന്നും ബൈജു റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ എന്താണ് ഇങ്ങനെ തുടർച്ചയായിട്ട് അത്തരം അപകീർത്തിപ്പെടുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നത്? പ്രത്യേകിച്ചും ഒരു അമ്മയുടെ ആവശ്യമാണ്. അതിൽ വ്യാജവാർത്തയും അപകീർത്തിപ്പെടുത്തലും ഒക്കെ ഏത് സാഹചര്യത്തിലാണ്?
എൽദോ, ഇതിൽ ആരോപണ വിധേയരായ വ്യക്തികളെ സംരക്ഷിക്കുക, അതായിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ളത്. കാരണം SIT അന്വേഷണം അവസാനിച്ചു വന്ന നേരത്തിൽ കേരളത്തിലെ ചാനൽ ഉൾപ്പെടെ ഇതേ ചാനലിന്റെ തന്നെ സഹോദര ചാനലും കഴിഞ്ഞ ദിവസം വാർത്ത നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. SIT അന്വേഷണം ഒരു തരത്തിലും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം വൃത്തം പറയുന്നുണ്ട്. അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് പോകുന്നു. അതായത് മാർക്ക് ചെയ്യാത്ത ഇടങ്ങളിൽ പോലും പരിശോധന നടത്തുന്ന രീതിയിൽ SIT ഊർജിതമായ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഉന്നതരായ വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നായിരിക്കും ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ഇത്തരത്തിൽ വാർത്തകൾ നൽകിയിരുന്നു. മൃതദേഹ ആവശ്യങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല, അത്തരത്തിലൊക്കെ വാർത്ത ലഭിച്ചിരുന്നു. 6 പോയിന്റിൽ കൃത്യമായ ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട്. 11A നിന്നും ഒരുപാട് മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ SIT നടത്തുന്ന അന്വേഷണം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇയാൾ ഓർത്ത് അത് കുഴിച്ചിട്ട സ്ഥലം, ആ സ്ഥലങ്ങളാണ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതി തന്നെ മാറും. കാരണം അതിൽ DNA ഇപ്പോൾ സംസാരിച്ച സുജാത ഭട്ടിന്റെ DNA അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പരാതിയുണ്ട്. ഇത്തരത്തിൽ ഈ MBBS വിദ്യാർത്ഥിനിയായിരുന്നു ഇവർ മണിപ്പാലിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ ധർമ്മസ്ഥലയിൽ ഈ സുഹൃത്തുക്കൾക്കൊപ്പം വന്നതാണ്. ആ സമയത്താണ് ഇവരെ കാണാതാവുന്നത്. അതിനുശേഷം അമ്മ ഈ മകളെ അന്വേഷിച്ചപ്പോൾ വലിയ തോതിൽ അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കേസിൽ അതിനുശേഷം ഈ അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ടായിരുന്നു. മകളെ നേരത്തെ ആ വാക്കുകളിൽ അതായിരുന്നു പറഞ്ഞത്, അവസാനമായി ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മം ചെയ്യാൻ മകളുടെ അസ്ഥിയെങ്കിലും എനിക്ക് തരൂ എന്നാണ് ആ അമ്മ ഇപ്പോഴും വിലപിക്കുന്നത്. ആ അമ്മ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പക്ഷേ SIT പ്രധാനമായും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ്. അതാണ് SIT ലക്ഷ്യം കണ്ട് അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പരിശോധന നോക്കുന്നത്. കൃത്യമായി ഈ രൂപസാദൃശ്യമൊക്കെ ഈ അമ്മ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ശുചീകരണ തൊഴിലാളി ഓർത്തെടുക്കുന്ന സ്ഥലങ്ങളാണ് പ്രധാനമായും ഈ അനന്യ ഭട്ടിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ഒരു തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഗതി തന്നെ മാറാവുന്ന ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന തെളിവുള്ള ഒരു കേസാണത്. ആ കേസ് അട്ടിമറിക്കാനായിരിക്കും, ആ അമ്മയെ അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്താനായിരിക്കും ഇത്തരം വാർത്തകൾ വരുന്നതെന്ന് കരുതുന്നു. അതിന് കൃത്യമായി അവർ മറുപടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ദയവുചെയ്ത് അത്തരത്തിലുള്ള വാർത്തകൾ നൽകരുത്, എനിക്ക് എന്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും തരൂ എന്നാണ് അവർ ആവർത്തിച്ച് ആ ബൈറ്റിൽ പറയുന്നുണ്ടായത്. എന്തായാലും 14-ാം പോയിന്റ് ഇപ്പോൾ വലിയ തോതിൽ പരിശോധന നടക്കുന്നു. 11:30 കൂടിയാണ് ശുചീകരണ തൊഴിലാളിയുമൊത്ത് SIT സംഘം എത്തുന്നതും ഇന്ന് പരിശോധന നടത്തുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ SIT അവസാനിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. അത് അങ്ങനെയല്ല, കൃത്യമായി പരിശോധന നടത്തുന്നു. മാർക്ക് ചെയ്യാത്ത കൂടുതൽ ഇടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. 13-ാം പോയിന്റ് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അവിടെ 8 മൃതദേഹം, അതായത് കേരളീയ വേഷത്തിൽ ഉൾപ്പെടെ ഉള്ള കുട്ടി, അതോടൊപ്പം 2 പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉൾപ്പെടെ 8 പേരെ കുറിച്ചിട്ടുണ്ടെന്ന് ഈ സാക്ഷിമൊഴി നൽകിയ സ്ഥലം. ആ സ്ഥലത്ത് പക്ഷേ പരിശോധനയിൽ കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല. കാരണം അത് നേത്രാവതി പുഴയോട് ചേർന്നുള്ള, അതായത് ഒരു മിനി ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. 20 അടിയിലധികം മണ്ണ് അവിടെ ഉയരത്തിൽ റോഡിന് വന്നിട്ടുണ്ട്. അത് വലിയ തെളിവുകൾ അവിടെ ലഭിച്ചില്ല. അതാണ് SIT അവിടുത്തെ പരിശോധന 2 ദിവസമായിരുന്നു നടത്തിയത്, തുടർച്ചയായ 2 ദിവസം. നേരത്തെ 1 മുതൽ 12 വരെ പോയിന്റ് എല്ലാം ഒരു ദിവസം 2 വീതം ഇത്തരത്തിലുള്ള പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണമെങ്കിൽ ഇവിടെ 2 ദിവസം വലിയ തോതിൽ തെരച്ചിൽ നടത്തി. പക്ഷേ തെളിവിൽ ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 14-ാം പോയിന്റ് അത്തരത്തിലല്ല, ഒരു എസ്റ്റേറ്റ് ആണ്, കവുങ്ങിൻ തോട്ടമാണ്. ആ തോട്ടത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇന്ന് 13-ാം പോയിന്റിൽ പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. വളരെ അപ്രതീക്ഷിതമായിരുന്നു രാവിലെ നേരെ സംഘം ഈ ഒരു 14-ാം പോയിന്റിലേക്ക് പോയത്. ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തറിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന കൃത്യമായ ബോധ്യം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് പുറത്ത് അറിയിക്കാതെ വളരെ നാടകീയമായ രീതിയിൽ ഇന്ന് രാവിലെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. നേരത്തെ ഈ ക്ഷേത്രഭൂമിയിൽ ബാഹുബലി ഹിൽസിൽ ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ആരോപണം ഉയർന്നിരുന്നു. അവിടെ 2 മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയത്. അവിടെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു 3 മാസം മുൻപ് അവിടെ വലിയ തോതിൽ 10 അടിയിൽ ഉയരത്തിൽ മണ്ണും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും ഇട്ട് ആ പ്രദേശത്തിലെ തെളിവ് നശിപ്പിച്ചു. അതാണ് ഈ അഭിഭാഷകർ ഗുരുതരമായി ഉന്നയിച്ച ഒരു ആരോപണം. അത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള വലിയ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷെ അതെല്ലാം മറികടന്ന് ഈ കുഴിച്ചെടുക്കുന്നതിലും വലിയ പ്രതിസന്ധി ഉണ്ട്. അതെല്ലാം മറികടന്ന് SIT മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ തെരച്ചിൽ. എന്തായാലും വളരെ നിർണായകമായ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 5:30 വരെയാണ് ഈ തെരച്ചിൽ നടക്കുക. ഏതായാലും വളരെ വൈകാതെ തന്നെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കാനുള്ള ഒരു തീരുമാനം SIT എടുത്തിട്ടുണ്ട്. അതിനുള്ള മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. കാരണം കോടതിയിൽ ഇത്തരത്തിൽ 19-ാം തീയതിയാണ്, ജൂലൈ 19-നാണ് SIT രൂപീകരിക്കുന്നത്. കോടതി വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, ഇതുവരെ ലഭിച്ച മൃതദേഹാവശങ്ങളുടെ വിവരങ്ങൾ, അത്തരം വിവരങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ കോടതി അറിയിച്ച് ഇനി കോടതി എന്താണോ നിർദ്ദേശം നൽകുന്നത്, ഇതിൽ 70 ഇടങ്ങളിലാണ് ഇനി പരിശോധന
പരിശോധന നടത്തണമെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുള്ളത്. അതായത് 70 ഇടങ്ങളിലായി 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ 13 പോയിന്റ് മാർക്ക് ചെയ്തു. ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ 4 പോയിന്റ് മാർക്ക് ചെയ്യാത്ത ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഇടങ്ങൾ പരിശോധിക്കാനുണ്ട്. അത് കോടതി എന്ത് നിർദ്ദേശമാണ് നൽകുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് SIT തീരുമാനിച്ചത്. ഏതെങ്കിലും രീതിയിൽ SITക്ക് ഈ അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല. സർക്കാർ പൂർണ്ണ പിന്തുണയാണ് ഇതിന് നൽകുന്നത്. അതാണ് GPR സംവിധാനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് പുറത്തു വരണമെന്ന് കോൺഗ്രസ് സർക്കാർ, അതായത് സിദ്ധരാമയ്യ സർക്കാർ കൃത്യമായി ആ ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം RSSന്റെ കൂടി പിന്തുണ ഇപ്പോൾ ഈ ഒരു അന്വേഷണ സംഘത്തിനും കോൺഗ്രസിനും ഉണ്ടെന്ന് അവർ വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. കാരണം ഒരുപാട് ദുരൂഹതകളുണ്ട്, ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരുണ്ട്, ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്. എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്ന് ഒരാളെ പത്മാവതി എന്ന് പറയുന്ന ഒരു യുവതിയെ 21 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു പരാതി ഇന്ന് SITക്ക് മുന്നിൽ വന്നിരിക്കുന്നു. അവർ ഒരു അങ്കണവാടി ടീച്ചറാണ്. ഈ അങ്കണവാടിയിലേക്ക് പോയ സമയത്താണ് ഇവരെ കാണാതായതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അവരെ അന്വേഷിച്ചു പോയപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നത് SITക്ക് മുന്നിൽ വന്ന ഏറ്റവും പുതിയൊരു പരാതിയാണിത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോൾ ധൈര്യസമേതം പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ധർമ്മസ്ഥലയിലുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ പിടികൂടണം. അത് തന്നെയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് ഇനിയും സമയമെടുത്തേക്കാം. അന്വേഷണം അത്രത്തോളം ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു 30 വർഷത്തിനകത്ത് നടന്നതാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ. അതിനുശേഷവും ഇവിടെ പലവിധ കൊലപാതകങ്ങളും ഇത്തരം സംഭവങ്ങളും നടന്നിട്ടുണ്ടെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇത്തരത്തിലുണ്ട്. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. പുതിയ സാക്ഷികൾ രംഗത്ത് വരുന്നുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി തന്നെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറഞ്ഞ 6ഓളം പ്രദേശവാസികൾ ധൈര്യസമേതം ഇപ്പോൾ SITക്ക് മുന്നിലെത്തിയ സാഹചര്യം ഒക്കെ ഉണ്ട്. അങ്ങനെ വലിയ തോതിൽ ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ കൃത്യമായ സത്യാവസ്ഥ, ഇതിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരണമെന്ന് തന്നെയാണ് കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എന്ത് എതിർപ്പുണ്ടായാലും അതിലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SITക്ക് അവർ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. ഇതിൽ DGP ആണ് ഇതിന്റെ ഈ സംഘത്തിന്റെ തലവൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു. DIG അനുച്ഛേദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധനക്കൊക്കെ നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഒരു തീരുമാനം, ഇന്നത്തെ പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഈ സാക്ഷിയുടെ ഈ മൊഴി അത് ബലപ്പെടുത്തുന്നതായിരിക്കും, കൂടുതൽ ബലപ്പെടുത്തുന്നതായിരിക്കും. അത്തരം തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ കോടതിയിൽ നിന്നും ഒരു കൃത്യമായ നിർദ്ദേശമുണ്ടാകൂ. വലിയ തോതിലുള്ള അന്വേഷണം അത് ഈ GPR സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിക്കൂ എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. കാരണം ഇതെല്ലാം പുഴയുടെ ചേർന്നും റോഡിന് ചേർന്നും ഒക്കെ പല സ്ഥലങ്ങളിലായാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. വനമേഖലയോട് ചേർന്നുമുണ്ട്. അത്തരത്തിൽ പല നിർമ്മിതികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ പ്രതിസന്ധിയാണ് ഈ ഒരു അന്വേഷണത്തിന്. കാരണം വളരെ പരിമിതിയുണ്ട് ഇപ്പോൾ ഈ അന്വേഷണത്തിന്. ഒരു ചെറിയ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന സമയത്ത് ഇതിൽ തെളിവ് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. എന്തായാലും SITയുടെ അന്വേഷണത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. തെളിവുകൾ കൂടുതൽ പുറത്തു വരുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം കൃത്യമായി സാക്ഷി ഓരോ സ്ഥലങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഓരോ ദിവസവും പുതിയ ഇടങ്ങൾ ഇവർക്ക് കാട്ടിക്കൊടുക്കുന്നു. ആ കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുക്കുന്ന സ്ഥലം SIT പരിശോധിക്കുന്ന ഒരു രീതി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം പോലും ആ കാര്യത്തിൽ SIT സംഘത്തിനുള്ള വളരെ പ്രമുഖരായ ഉന്നതരായ ഈ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് SIT സംഘത്തിൽ ഇല്ലത് കൂടി ഓർക്കണം. കർണാടകയിൽ നിരവധി ഇത്തരത്തിലുള്ള ക്രൈം കേസുകൾ ഇത്തരത്തിൽ കണ്ടെത്തിയ ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. 20 പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ്. ഈ DGP ആയാലും അദ്ദേഹം ഒരുപാട് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്ത, അതിർത്തിയിലൊക്കെ വർക്ക് ചെയ്ത വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. ഇദ്ദേഹം തന്നെ ഇതിലൊരു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന ആക്ഷൻ കമ്മിറ്റി ആയിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ നിർണായകമായ നീക്കം നടക്കുന്നത് 14-ാം പോയിന്റ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ 14-ാം പോയിന്റിലെ പരിശോധന അതെന്നുണ്ടാകുമെന്ന്. ഇന്ന് അപ്രതീക്ഷിതമായി ആ 14-ാം പോയിന്റിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നു. അതായത് ആരോപണ വിധേയരായ, പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി സാക്ഷിയും ആരോപണ വിധേയരായ ആ വ്യക്തിയുടെ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇവിടെ നിന്നും എന്ത് തെളിവ് ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് SIT ലക്ഷ്യമിടുന്നത്. എന്തായാലും അത്തരം നടപടികളുമായി SIT പോകുന്നു. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
SIT സംഘം ഇപ്പോൾ ഒരു 14ാമത്തെ പോയിന്റിൽ നിർണായകമായിട്ട് പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലും കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ബൈജു സൂചിപ്പിച്ചതുപോലെ മറ്റ് പല മാധ്യമങ്ങളും പറയുന്നു അവിടെ ഒന്നും കണ്ടെത്തിയില്ല. അങ്ങനെയൊന്നുമല്ല, അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള ചുവടുവെപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് വാസ്തവമെന്നും ബൈജു ഉറപ്പിച്ച് പറയുന്നു. നമുക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും സ്പോട്ട്ലൈറ്റ് തുടരുകയാണ്. നമ്മളിനി പോകുന്ന മലപ്പുറം, അവിടെ പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയെ കണ്ടെത്തി എന്നുള്ള വാർത്തയിലേക്കാണ്. കൊല്ലം അഞ്ചലിൽ നിന്നാണ് ഷമീറിനെ പോലീസ് കണ്ടെത്തുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് പിടികൂടി. CV അനുമോദ് വിവരങ്ങൾ വച്ചിരുന്നു. അനുമോദ്, എപ്പോഴാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത്? എൽദോ, ഇന്ന് രാവിലെയാണ് ഈ സംഘത്തെ പോലീസ് പിടികൂടിയത്. മലപ്പുറം പോലീസും അതുപോലെ തന്നെ കൊല്ലത്തെ ഡാൻസ് ഓഫ് സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രിയാണ് ഷമീറിനെ പാണ്ടിക്കാട്ടെ വീടിനടുത്തു നിന്നും ഒരു സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോയത്. തുടർന്ന് ഈ ഒരു യുവാവിൻ്റെ, ഷമീറിൻ്റെ മോചനം വേണമെങ്കിൽ 1,60,00,000 രൂപ നൽകണമെന്ന ഒരു ഭീഷണിയും സംഘം നടത്തി. ഇതുമായി പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് കുടുംബത്തിനും ആ കുടുംബം ഭീഷണിപ്പെടുത്തി. പക്ഷേ പെരിന്തൽമണ്ണ DYSP നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ച ആദ്യ നിമിഷം മുതൽ തന്നെ സജീവമായിരുന്നു. ആദ്യ ഘട്ടത്തിൽ മേഖലയിലെ CCTV ക്യാമറകളും അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. അതുപോലെ തന്നെ ഈ വാട്സപ്പ് കോൾ വന്നപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും പോലീസ് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് ഈ വാഹനം, വാടകയ്ക്കെടുത്ത വാഹനത്തിലാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയത്. 2 വാഹനങ്ങളുടെ ഉടമസ്ഥരെ, ചാവക്കാട് സ്വദേശികളാണ് ഇവർ. അവർ 2 പേരുടെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നിർണായകമായിരുന്നു. അവരിലൂടെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. കൊല്ലം അഞ്ചലിനടുത്താണ് ഈ ഷമീറുമായിട്ട് പ്രതികൾ ഉണ്ടായിരുന്നത്. അവരെ അവിടെ നിന്നും പോലീസ് പിടികൂടി ഇപ്പോൾ മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴിയാണ്. 4 പ്രതികളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ ചാവക്കാട് സ്വദേശികളാണെന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. വിദേശത്ത്, ഗൾഫിൽ വെച്ച് നടന്ന ചില വ്യാപാര പ്രശ്നങ്ങളാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിലേക്കും തുടർന്ന് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയതെന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറിൽ നമുക്ക് ലഭിക്കും. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഈ ഷമീറിന് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സും ഹോട്ടൽ ബിസിനസ്സും തുടങ്ങി നിരവധി വ്യാപാര ശൃംഖലകൾ ഗൾഫിലുണ്ട്, ദുബായിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടും പോലീസിനും അറിയാൻ കഴിയുന്ന വിവരം. എപ്പോഴേക്കായിരിക്കും ഷമീറിനെയും അതുപോലെ തന്നെ പ്രതികളെയും ഇവിടേക്ക് എത്തിക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോടെയാകും എത്തിക്കുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് നമുക്ക് അറിയാനാകുന്നത്. എന്താണെങ്കിലും 48 മണിക്കൂർ കഴിയും മുൻപ് ഈ ഒരു വ്യാപാരിയെ, ഈ വ്യവസായിയെ സുരക്ഷിതരായിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളുടെ ചടുലത കൂടി സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ അനുമോദ്, അവിടെ ഒരു പ്രശ്നം, ഈ CCTV ഉൾപ്പെടെ ആ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്ന വിഷ്വൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, അത്രമാത്രം മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി കൊല്ലത്ത് നിന്ന് പിടികൂടുന്ന സാഹചര്യം. അപ്പോൾ ഇത്രയും സമയം ഈ പോലീസിൻ്റെയൊക്കെ കണ്ണുവെട്ടിച്ച് ഇവരെങ്ങനെ എത്തി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ?
അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പോലീസ് ഈ വെളിപ്പെടുത്താനുള്ളത്. കാരണം ഇത് പ്രതികളെ പിടികൂടി മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അത്തരം കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ കൊണ്ടുപോയി, എന്താവശ്യത്തിന് കൊണ്ടുപോയി, ഏതെല്ലാം വാഹനങ്ങൾ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നിലവിൽ ഒരുപക്ഷെ പ്രതികൾ ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പോയിന്റിൽ വെച്ച് വാഹനത്തിൽ മാറ്റി മറ്റൊരു വാഹനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള CCTV ക്യാമറയിൽ കാണുന്ന വാഹനത്തിലായിരിക്കില്ല കൊല്ലം വരെയും മറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. വാഹനങ്ങൾ മാറിക്കയറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തു തന്നെയാണെങ്കിലും ഇതൊരു നെറ്റ്വർക്കായിട്ട് ഒന്നിലധികം ആളുകൾ ഒരേ സമയം ഈ ഒരു കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണവും ഇതിന് പുറകിലുണ്ട്. ഇതിൻ്റെ ഈ ഒരു ആസൂത്രണത്തിൻ്റെ കണ്ണി ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഷമീറിനോട് വിരോധമുള്ള ഗൾഫിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഷമീറിനോട് വിരോധമുള്ള ആരെങ്കിലും ആകും ഇതിൻ്റെ പുറകിൽ എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകിയിട്ടില്ല. കാരണം ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അവരുടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഷമീറിൻ്റെ സുരക്ഷിതനായ വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ എത്തിയതിന് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അനുമതി കൂടി, ഷമീറിനെ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടോ? ഈ ആ സ്റ്റില്ല് കണ്ടപ്പോൾ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പറയുന്നുണ്ടോ? ശരീരത്തിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കും ആ ചിത്രം കാണുമ്പോൾ മുഖത്ത് കരുവാളിച്ച പാടുകളുണ്ട്. ഒരുപക്ഷെ ആ പിടിവലിക്കിടയിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ടാകാം, അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. കൂടുതൽ എന്തെല്ലാം പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമേ ഒരുപക്ഷെ വ്യക്തമാവുകയുള്ളൂ. നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ, പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവന് ഹാനികരാകുന്ന തരത്തിലുള്ള പരിക്കുകളൊന്നുമില്ല, അദ്ദേഹം സുരക്ഷിതൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് കയറ്റുന്നതും അദ്ദേഹം കുതിരയോടുന്നതും തുടർന്ന് ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ബലപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ പരിക്കുകൾ, അതായത് വലിയ പരിക്കുകളൊന്നും അദ്ദേഹത്തിനില്ല എന്നാണ് ആ പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. മലപ്പുറം പാണ്ടിക്കാട് നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. ഏതാണ്ട് 48 മണിക്കൂർ സമയം വ്യവസായിയെ ഇപ്പോൾ കണ്ടെത്തിയത്. കൊല്ലം അഞ്ചലിൽ നിന്നാണ്. ഷമീറിനെ പോലീസ് തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? എങ്ങനെയാണ് ഇവർ മലപ്പുറത്ത് നിന്ന് കൊല്ലം അഞ്ചൽ വരെ എത്തിയത്? എങ്ങനെ അനുമതി സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഷമീറിന് വലിയ പരിക്കൊന്നുമില്ല എന്നും പോലീസ് അറിയിക്കുന്നു. എന്നാലും ഇനി സുരക്ഷിതനായി ഷമീറിനെ തിരികെ നാട്ടിലെത്തിക്കണം. ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കൂടുതൽ ചോദ്യം ചെയ്യണം. അതിൻ്റെ വിവരങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി പോലീസിന് മുന്നിൽ കിടക്കുന്നു. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലവിടെ എറണാകുളം കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. കേസിൽ റമീസിന്റെ പിതാവ് റഹീം 2ാം പ്രതിയും അമ്മ ഷെരീഫ 3ാം പ്രതിയുമാണ്. ഇരുവരും ഇപ്പോൾ ഒളിവിലാണ്. അതേസമയം കേസിൽ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലം എന്ന നിലയിൽ കേസ് NIAക്ക് വിടാൻ തയ്യാറാകണം. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാത്ത പോലീസ് നടപടി തെറ്റാണെന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ പറഞ്ഞു. സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. ഫാദർ ജെയിംസ് കൊക്കാവയലിൽ CPI നേതാക്കളായ PK ശ്രീമതി, CS സുജാത എന്നിവർ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു എന്ന്. രജിസ്റ്റർ മാരേജ് കഴിക്കണമെങ്കിൽ തന്നെയും ഞങ്ങൾ പറയുന്നത് പോലെ നിന്റെ മതം മാറണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചു എന്നാണ് പെൺകുട്ടി കത്തിലെഴുതിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എത്രയോ ആളുകൾ അവരുടെ മതവിശ്വാസം മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം എൻ്റെ ഒന്നും അറിവിൽ തന്നെ പല നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും
ഈ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പി കെ സെമി സൂചിപ്പിച്ച പോലെ ഇത്തരമൊരു സംഭവം അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡാനി ഇപ്പോൾ വിവരങ്ങൾ നൽകും. ഡാനി, ആദ്യം ഈ കേസിന്റെ വിശദാംശങ്ങൾ, കാരണം ഈ റമീസിന്റെ ഉപ്പയും ഉമ്മയും പ്രതി ചേർത്തിട്ടുണ്ടല്ലോ, അവരിപ്പോൾ അവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ഇത് പോലീസ് പറയുന്നത് ഇരുവരും ഒളിവിലാണ് എന്ന രീതിയിൽ തന്നെയാണ്. റമീസ് അറസ്റ്റിലായ പിറ്റേന്ന് മുതൽ തന്നെ ഇവർ വീട് പൂട്ടി പോയെന്നാണ് സമീപവാസികൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവരെക്കുറിച്ച് അറിയില്ല, പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ മറ്റുള്ളവർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇരുവർക്കുമെതിരെയും ആരോപണം നിലനിന്നിരുന്നു. കാരണം ഇവർ കൂടി ഈ കൃത്യത്തിൽ പങ്കാളികളാണ്. ഇവർക്കെതിരെ കൂടി ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നുണ്ട്. ഇവർ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ആ ഘട്ടത്തിലൊന്നും ഇവരിലേക്ക് അന്വേഷണം എത്തുക, ഇവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉടനെ ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്കൊന്നും പോലീസ് പോയിരുന്നില്ല. ഇപ്പോൾ അത് കേസ് ഒന്നുകൂടി അതിന്റെ ഒരു സ്വഭാവം മാറുന്നു. വലിയ രീതിയിലൊരു സമ്മർദ്ദങ്ങളിലേക്കെല്ലാം എത്തുമ്പോഴാണ് പോലീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കുന്നത് ഇവർ ഒളിവിലാണ് എന്നതാണ്. അവരന്വേഷിച്ചിരുന്നു, പക്ഷേ അവർ ഒളിവിലാണ് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത്, ഈ റമീസ് മർദ്ദിക്കുന്നത് കണ്ട ഒരു സുഹൃത്ത് കൂടിയുണ്ട്. ഇയാളെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. കാരണം ഇയാൾ ഈ മർദ്ദനം തടയാൻ ശ്രമിച്ചില്ല എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ 3 പേരെയും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്കാണ് പോലീസ് അന്വേഷണം എത്തുന്നത്. ഒപ്പം തന്നെയും ഈ കേസിൽ റമീസിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് റമീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 4 ദിവസത്തെ കസ്റ്റഡി പോലീസ് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ഇയാളുടെ മൊബൈൽ ഫോണിന്റെ വിശദമായ രീതിയിലുള്ളൊരു പരിശോധന പോലീസ് പൂർത്തിയാക്കി വരികയാണ്. ഇയാളെ അവസാനമായി അയച്ച സന്ദേശത്തിലടക്കം നീ മരിച്ചോളൂ എന്ന രീതിയിലടക്കം ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിലൊരു ചാറ്റ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടോ എന്നതിനെല്ലാം തന്നെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പരിശോധനയും കാര്യമെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത് NI അന്വേഷണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് NI അന്വേഷണം നടത്തണം എന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ ആവശ്യമായിരുന്നത്. സിറോ മലബാർ സഭ അതിൽ വ്യക്തമായ രീതിയിൽ ഒരു നിലപാടെടുക്കുകയും കാര്യങ്ങളുമെല്ലാം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP നേതാക്കളടക്കം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഇതിൽ കൃത്യമായും NI അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. ഇതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും DGPക്കാണ് നേരത്തെ പരാതി നൽകിയിരുന്നത്. ഇതിൽ പറയുന്നത് ഈ മതപരിവർത്തനത്തിന് പുറമേ നിന്നുള്ള ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നത് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സിറോ മലബാർ സഭ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈ സ്ഥലം, ഇയാളുടെ റമീസിന്റെ സ്ഥലം എന്ന് പറയുന്നത് പാനായിക്കുളത്താണ്. ഈ പാനായിക്കുളം എന്ന് പറയുന്ന പ്രദേശം തന്നെയും നേരത്തെ NIA കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് പാനായിക്കുളം സിമി ക്യാമ്പ് എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെയാണ്, ഈ പ്രദേശത്താണ്. അപ്പോൾ അതിന്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും എല്ലാം തന്നെ കണക്കിലെടുക്കണം. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നേരത്തെ ആ കേസുകളിലെല്ലാം തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തണം. NIA അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ആവശ്യം. സഭയും സിറോ മലബാർ സഭയും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ കേസ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. നിലവിൽ അവരുടെ ഈ റമീസിന്റെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡ് ചെയ്യപ്പെട്ടുള്ള റമീസിന്റെ മാതാപിതാക്കൾ കൂടി ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. ഒപ്പം അവരെ ചോദ്യം ചെയ്യാൻ വരും ദിവസങ്ങളിൽ വിളിപ്പിക്കുന്നു. ഈ യുവതിയുടെ സുഹൃത്തിനെയും മർദ്ദിക്കുന്നത് കണ്ട അത് തടയാതിരുന്ന സുഹൃത്തിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വരും ദിവസങ്ങളിൽ വിളിപ്പിക്കും. ഓക്കെ, ഈ കത്തോലിക്ക സഭ ഇത്തരത്തിൽ നിലപാട് ആവർത്തിക്കുന്നു. ഇനി രാഷ്ട്രീയ നേതൃത്വങ്ങളും മാറി മാറി വീടുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഈ വീട്ടുകാർ ഉറച്ചു തന്നെ നിൽക്കുകയല്ലേ ഈ പരാതിയിൽ? ഇതിൽ കൃത്യമായുള്ള നടപടി വേണം, അവരും ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ NIAക്കൊക്കെ കൈമാറണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഡാനി? തീർച്ചയായും അവർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരത് വ്യക്തമാക്കിയിരുന്നു. ഇതേ ആവശ്യം തന്നെ ഇവിടെ വന്ന് കണ്ട 2 കേന്ദ്രമന്ത്രിമാരോടും
മന്ത്രി ജോർജ് കുര്യനോടും സുരേഷ് ഗോപിയോടും അവർ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇടപെടണം എന്നത് അവരാവശ്യമായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. കാരണം ഈ രീതിയിലുള്ള ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തന്നെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, ആ രീതിയിൽ മർദ്ദിക്കുകയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ അന്വേഷണം നടത്താത്തതെന്നതാണ് കുടുംബം ചോദിക്കുന്നത്. തീർത്തും ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. മറ്റ് വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല. മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ആ രീതിയിലേക്ക് പോകുന്നില്ല. പോലീസ് തുടക്കത്തിൽ തന്നെ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ള BJP അടക്കമുള്ളവർ പറയുന്നത്. ഈ വിഷയത്തിൽ പോലീസിന് ഒരു മുൻധാരണയോടുകൂടിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിധിയിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ വിഷയം വളരെ സജീവമായിട്ട് തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇത് പോലീസ് അന്വേഷണം കൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് പുറത്തു വരാനായിട്ട് സാധിക്കുകയില്ല. ഇത് അന്വേഷണം വേണമെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബവും ഉറച്ചു നിൽക്കുന്നത്. എൽദോ, കുടുംബം അത്തരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആ വീട്ടിലെത്തി മാതാപിതാക്കളെ ഒപ്പം പെൺകുട്ടിയുടെ മാതാവിനെ സഹോദരനെ ഒക്കെ കണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണല്ലോ പ്രധാനമായും ആലോചിക്കേണ്ടതും അറിയേണ്ടതും. ഈ റമീസ് ഇപ്പോൾ കസ്റ്റഡിയിലാണല്ലോ. റമീസിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്? റമീസ് എങ്ങനെയാണ് ഈ ഇത്തരം ആരോപണങ്ങളോടൊക്കെ പോലീസിന് മുന്നിൽ എന്തെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ടോ ഡാനി? റമീസിന് ഇതുവരെയും പോലീസിന് കാര്യമായ രീതിയിൽ അന്ന് കസ്റ്റഡിയിലെടുത്ത പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ആ ഒരു സമയമാണ് ആ പോലീസിന്റെ പക്കലുണ്ടായിരുന്നത്. വലിയ രീതിയിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്, ജയിലിൽ റിമാൻഡിലാണ്. ഇനിയിപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച പരിഗണിക്കുന്ന മുറയ്ക്ക് തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ്. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വസ്തുതകളും കാര്യങ്ങളും വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന അതീവ ഗുരുതരമായ ആരോപണം പോലെ മതപരിവർത്തനത്തിനടക്കം ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചുവെന്നും അതിനെ മർദ്ദിച്ചു, അതിനുവേണ്ടി തന്നെ മർദ്ദിച്ചു എന്നതെല്ലാം തന്നെ പറയുന്നത്. ഇക്കാര്യത്തിൽ അവർക്ക് വ്യക്തമായ അന്വേഷണ സംഘത്തിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചു തീരും. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവളെ മതപരിവർത്തനത്തിന് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ഒരുക്കി വെച്ചിരുന്നു. അതിനുശേഷം മാത്രമായിരിക്കും വിവാഹമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളോട് തനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം റമീസിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി തനിക്ക് മതം മാറാൻ പറ്റില്ല എന്ന് പെൺകുട്ടി നിലപാടെടുത്തു. വിവാഹം കഴിക്കാം, പക്ഷേ മതം മാറി അത് ഉണ്ടാവില്ല എന്ന് പെൺകുട്ടി നിലപാടെടുക്കുകയും അതേ തുടർന്നാണ് വലിയ രീതിയിലേക്ക് കയ്യേറ്റങ്ങൾ ഉണ്ടായതുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ റമീസിൽ നിന്ന് എന്ത് മറുപടിയാണ് ലഭിക്കുക എന്നത് ഈ ചോദ്യം ചെയ്യൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രവുമല്ല, ഇതിൽ മറ്റുള്ളവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബം ഇതിൽ ഇടപെട്ടു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അവരുടെ ഒരു ഇടപെടൽ എന്തായിരുന്നു? അവർ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നോ? മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ വന്നിരുന്നോ, സംസാരിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് റമീസിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ശരി ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും കൂടുതൽ വിവരങ്ങൾ അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നാലും ഇയാളുടെ പ്രതിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ ഒളിവിലാണ്. അവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം കത്തോലിക്ക സഭ, സിറോ മലബാർ സഭ അതിൽ ശക്തമായ നടപടി ആവശ്യമായി രംഗത്തെത്തുന്നു. കൂടുതൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ അതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ 1ാം വർഷ വിദ്യാർത്ഥിയുടെ കൈക്ക് പരിക്കേറ്റു. മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത സംഭവത്തിൽ സസ്പെൻഷനിലായതിനു പിന്നാലെ കൗൺസിലിംഗ് തേടി സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികളാണ് വീണ്ടും റാഗിങ്ങിന് നേതൃത്വം നൽകിയത്. യൂണിഫോമിൽ മുഴുവൻ ബട്ടണും ഇടണമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം റാഗിംഗ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങരുത് എന്ന് പിന്നീട് ആവശ്യപ്പെട്ടു. ഇവര് ആദ്യമൊക്കെ പറഞ്ഞ് കുടുക്കിടണോ, ഷർട്ടിന്റെ ബട്ടൺസ് ഫുള്ളിടണോ, നമ്മളെ ബഹുമാനം കാട്ടണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മൾ തമാശാക്കി എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ അക്കൗണ്ട് പറ്റില്ല, നിങ്ങൾ അക്കൗണ്ട് തുടങ്ങണ്ട, നമ്മളൊക്കെ പോയിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയില്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് ഇവർക്ക് ഇഷ്ടമില്ല.
അപ്പോൾ ഇന്നലെ പുറത്ത് MCC ബാങ്കിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പ് പോയപ്പോൾ ഒരു 10-25 ആൾക്കാർ ചുറ്റും നിന്നിട്ട് ഒറ്റയ്ക്ക് കൂടിയടിച്ച്. അധ്യാപകരോട് റാഗിങ്ങിനെ പറ്റി പരാതി പറഞ്ഞുവെങ്കിലും അവഗണിച്ചു എന്നും വിദ്യാർത്ഥിയുടെ സഹോദരൻ പറയുന്നു. രാത്രി എനിക്ക് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇന്ന് രാവിലെയും പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് സ്കൂളിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വേണം കസബയിൽ പോയി പറയാനെന്ന് പറഞ്ഞു. ഇവന് ഇങ്ങനത്തേലേക്കൊന്നും പോകാത്ത ഒരാളാണ്, ഒതുങ്ങിക്കൂടി പോകുന്നൊരു ക്യാരക്ടറാണ് ഇവൻ്റെ. അപ്പോൾ ഇവനിങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ഇവരെ മെയിൻ ഇതന്നെ പ്രൊവോക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് മുണ്ടെടുക്കാതെ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ മുണ്ടെടുത്ത് എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു പരിപാടി. അതിൽ ഇവരോട് മുണ്ടെടുക്കരുതെന്ന് പറയാം, ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് തുടങ്ങരുതെന്ന് പറയാം. വെച്ചാൽ ഒരു അതിൻ്റെ ആപ്പായിട്ടുള്ള ഒരു മാതിരിയാണ് ഇവർ സംസാരിക്കുക. അത് ഇവർക്ക് ചില സമയത്ത് പറ്റൂല, അവർ അതിന് റിയാക്ട് ചെയ്യും. ഇവർ സീനിയോറിറ്റി കാണിച്ചതാണ് അവിടെ. MS അനീഷ് കുമാർ വിവരം നൽകും കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിച്ചത് ഒരു തവണ ഇതേ കുറ്റകൃത്യം ചെയ്തവർ ആ കൗൺസിലിംഗ് ഒക്കെ തേടി നല്ല പിള്ളേരായി തിരികെ എത്തിയവരാണ്. എത്ര പഠിച്ചിട്ടും പഠിക്കാത്തവരാണല്ലോ അവർ. അനീഷ്, കേൾക്കാമോ? ഈ ഒരു തവണ റാഗിങ്ങിന് പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറ്റകൃത്യത്തിന് നടപടി നേരിട്ട ആ കുട്ടികൾ തന്നെ വീണ്ടും ഇത്തരത്തിലൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയുക, കിട്ടിയിട്ടും പഠിച്ചില്ല എന്ന് പറയില്ലേ, അതുപോലെ. തീർച്ചയായും എൽദോ, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിലായി, അവിടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായി ഇത്തരം സമാനമായ കാര്യങ്ങൾ ഒരുപാട് കണ്ടുവരികയാണ്. പ്രത്യേകിച്ചും ഈ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന സീനിയർ വിദ്യാർത്ഥികൾ, അതും സ്കൂൾ തലത്തിലാണ് ഇത്തരത്തിലെ ഈ റാഗിംഗ് പോലുള്ള നടപടിക്രമങ്ങൾ ഏറിയ പങ്കും കാണുന്നത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഈ സാമൂതിരി സ്കൂളിൽ തന്നെ പരിശോധിച്ചാൽ പ്ലസ് വണ്ണിലെ കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ പരാതിക്കാരനായ വിദ്യാർത്ഥി. ഈ +2 വിദ്യാർത്ഥികളാണ് ഈ റാഗിംഗ് ചെയ്ത അല്ലെങ്കിൽ റാഗിങ്ങിന് നേതൃത്വം നൽകുന്ന ആളുകൾ. ആദ്യം തന്നെ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനായി ഒരു പ്രത്യേക ഇരിപ്പിടം അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ ടോയ്ലറ്റിന് സമീപമുള്ള ഒരു ഇടമാണ്. ആ ഇടത്തിൽ ഈ ആദ്യ വർഷ വിദ്യാർത്ഥികൾ ഇരുന്ന് തുടങ്ങിയിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ മുതിർന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണിത്, ഇവിടെ നിങ്ങൾ ഇരിക്കരുത് എന്ന് പറഞ്ഞാണ് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവിടെ വെച്ചാണ് ഈ ഷർട്ടിൻ്റെ ബട്ടൺസും മറ്റുമൊക്കെ മുഴുവൻ ഇടണം, അല്ലെങ്കിൽ യൂണിഫോം ഇടുമ്പോൾ മുകൾ ഭാഗത്തെ ബട്ടണുകൾ തുറന്ന് വരരുത്, ഏറ്റവും മുകൾ തട്ടിലുള്ള ബട്ടണും ഇടണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇവർ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ട് ജൂനിയർ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം ഈ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് 2ാം വർഷ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നൽകിയത്. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ 2ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങാനാവൂ അല്ലെങ്കിൽ തുടങ്ങാവൂ എന്നൊരു താക്കീത് നൽകി. എന്നാൽ ഇത് അവഗണിച്ച് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുകയും അവരുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ചിത്രങ്ങൾ ഷെയർ ചെയ്തപ്പോൾ വീണ്ടും ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന ആവശ്യമായാണ് സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ അടുത്തേക്ക് എത്തിയത്. പക്ഷേ ഇത്തവണയും ഈ കാര്യങ്ങൾ ഇവർ അവഗണിച്ചു. ഇതേ തുടർന്നാണ് പിന്നീട് സ്കൂളിന് പുറത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് ഏതാണ്ട് 25ഓളം വരുന്ന സംഘം ഈ 3 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. അതിൽ ഒരാൾക്കാണ് കാര്യമായ പരിക്ക് പറ്റിയത്. ആ കുട്ടിയുടെ കുഴ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം ശരീരത്തും കഴുത്തിലുമൊക്കെയായി ഈ മർദ്ദനത്തിന്റെ പാടുകളും ഉണ്ട്. ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പിന്നീട് കസ്ബ പോലീസ് സ്റ്റേഷനിലും സ്കൂളിലും എത്തി പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റ് 2 വിദ്യാർത്ഥികൾക്കും അവർക്കും കാര്യമായ പരിക്കുകളുണ്ട്, എന്നാലും അവരും പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സമാനമായ രീതിയിൽ തന്നെ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതിന് അടുത്തിടെ തന്നെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു. ഇവർ താൽക്കാലികമായി അവരെ മാറ്റി നിർത്തിയതായിരുന്നു. പിന്നീട് ഈ കൗൺസിലിങ്ങിന് വിധേയമായ ശേഷമാണ് നല്ല കുട്ടികളായി വീണ്ടും സ്കൂളിലേക്ക് തിരികെ എത്തിയത്. അവർ അത്തരത്തിൽ മാന്യമായ പെരുമാറ്റവും റാഗിംഗ് പോലുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യില്ല എന്ന ഉറപ്പ് നൽകിയ ശേഷമൊക്കെയായിരുന്നു വീണ്ടും പ്രവേശിപ്പിച്ചത്. പക്ഷേ അവർ വീണ്ടും അവരുടെ ആ സ്വഭാവ വൈകൃതം ആവർത്തിച്ചു. ഈ ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ അവരുടെ അക്രമം അഴിച്ചുവിടുന്നു. അവർക്ക് റാഗിംഗ് എന്ന പേരിൽ പലതരത്തിൽ ആ കുട്ടികളെ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഇത്തവണയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇനി വീണ്ടും ഇവർ ഇത്തരം നടപടിക്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ആവർത്തിക്കും
ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു തവണ പിടിക്കപ്പെട്ടവരാണ്. ഒരു തവണ പിടിക്കപ്പെട്ടിട്ടും അതിൻ്റെ സീരിയസ്നെസ് ബോധ്യമാകാത്ത ആ കുട്ടികൾ വീണ്ടും അതേ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.